അപ്പോൾ ഞാൻ കൊച്ചിയിലുള്ള എവറസ്റ്റ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഞാൻ ഒരു കൊട്ടേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ വേറെ ജോലി കിട്ടി സാധനം കൂട്ടി വീട്ടിൽ പോകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കിപ്പോൾ 30 കൊല്ലത്തിന് മുകളിലുള്ള കസ്റ്റമർ വരെ നമ്മളുടെ അടുത്ത് ഇപ്പോഴും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എളംകുളത്തുള്ള ജെറുസലേം മാർത്തോമ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സൈറ്റിലാണ്, ഒരു വീടിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് RCM ഐ ഹോസ്പിറ്റൽ തൃപ്പൂണിത്തുറ. നമ്മളിപ്പോൾ കാക്കനാടുള്ള BO സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഉള്ളത്. ഈ ഷീറ്റിന്റെ പുറത്ത് ഒരു സ്ക്രൂ പോലും ചെയ്യാൻ പാടില്ല. ഷീറ്റിന്റെ പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതായിരുന്നു ഇവിടുത്തെ കൺസ്ട്രെയിൻസ്. ഞാൻ ഷീറ്റ് കട്ട് ചെയ്തതെന്ന് നാളെ ചോർച്ച എനിക്ക് അറിയില്ല. ഷീറ്റ് തുളയ്ക്കാതെ തന്നെ പുതിയ ടെക്നോളജി നമുക്കുണ്ട്. ഈ റൂഫ് ശരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ ഇതിന്റെ മുകളിൽ ചെയ്യോ ശരിക്കും. ഒരു പോർഷനിൽ ഷെയ്ഡ് വീണാലും മറ്റേ പോർഷൻ വർക്ക് ചെയ്യും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ കുറച്ച് കാസ്റ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇന്നത്തെ പ്രൊഡക്ഷൻ 130 kWh ആണ്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂടുകാലം വരികയാണ്. ഇനി നമ്മുടെ AC പർച്ചേസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വീടുകൾ സോളാർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സമയമാവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സോളാർ പാനൽസ് അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് നമ്മൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളൊരു വീടാണെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി വയറിങ് കാര്യങ്ങൾ ചെയ്യുന്നതോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ട് ഏറ്റവും മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കൊച്ചിയിലുള്ള എവറസ്റ്റ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 33 വർഷമായിട്ട് ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണ് എവറസ്റ്റ് ഏജൻസീസ്. അവർ ഒരു ഫാമിലി ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാനാണ് ആദ്യം ഈ കട തുടങ്ങിയത്. കട തുടങ്ങി പിന്നെ പുള്ളിക്കാരത്തിന് ഞാൻ ജോയിൻ ചെയ്യിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ. അത് ഇത്രയും വരെ എത്തി നിൽക്കുന്നു. ഞാനും ഹസ്ബൻഡൊപ്പം ഇവിടെ കയറിയതാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഐ ഫെൽ ദാറ്റ് ഇറ്റ് വാസ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഹിം വെൻ ഐ എം ഇൻ ഷോപ്പ്. ഇറ്റ് ഹാസ് ബിക്കം എ പാഷൻ, മൈ ലവ് ഫോർ ദ ഡൂയിങ്. ലൈക്ക് എവറസ്റ്റ് ഏജൻസീസ് എന്ന് പറഞ്ഞ സ്ഥാപനം എൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രൊഡക്ട്സും അവരുടെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കൺസ്യൂമർ വയേഴ്സ് തൊട്ട് ഹൈ ടെൻഷൻ വയേഴ്സ് വരെ, അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഫാൻസ്, സ്വിച്ചസ്, ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സും അവരുടെ കയ്യിലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഡീലർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വി ആർ വൺ എമംഗ് ദ ഡയമണ്ട് ഡീലേഴ്സ് ഇൻ ഹാവൽസ്. ഓൾ ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ് 30 years ആയി ഇപ്പോൾ ഹാവൽസിൻ്റെ ഓൾ പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫിനോലെക്സ്, ലെഗ്രാൻഡ്, all approved brands and reputed brands. There is no compromise for quality. Quality is the best what we give. ഈ സോളാർ പാനലുകളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത്ര വർഷം വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് പറയുന്നുണ്ടാവുക. 20 വർഷം അല്ലെങ്കിൽ 25 വർഷം 15 വർഷം എന്നൊക്കെ വാറണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പാനലുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പലപ്പോഴെങ്കിലും നമുക്ക് തന്നെ പല സ്ഥലത്ത് നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. 15 വർഷമുള്ള വാറണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 25 വർഷം വാറണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞ് അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനീനെ തിരക്കി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വെണ്ടർ തപ്പി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആ വെണ്ടർ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്കിപ്പോൾ 30 കൊല്ലത്തിന് മുകളിലുള്ള കസ്റ്റമർ വരെ നമ്മളുടെ അടുത്ത് ഇപ്പോഴും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്നും നമ്മളെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സർവീസും നമ്മളുടെ സെയിൽസും നമ്മുടെ പ്രൈസും നമ്മുടെ ബാക്കിയുള്ള പെരുമാറ്റവും ബിഹേവിയറും നല്ലതായതുകൊണ്ടാണ് അവരിന്നും നമ്മളോട് നിൽക്കുന്നത്. മെയിൻ വിഷയം വെച്ചാൽ സോളാർ ചെയ്യുമ്പോൾ നമ്മളൊരു വെറുതെ ഒരാളെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി നടക്കില്ല. എന്ന് വെച്ചാൽ ഒരു പാനൽ 25 years ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കൊട്ടേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ വേറെ ജോലി കിട്ടി സാധനം കൂട്ടി വീട്ടിൽ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം 25 വർഷമായിട്ട് എനിക്ക് ആളെ കിട്ടണം. ഇവരുടെ ഓണർ ജോസഫിനെ എനിക്ക് വർഷങ്ങളുടെ അറിയാം. ഇവരുടെ കമ്പനി ഒരുപാട് നാളായിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും കാലമുള്ള അത്രയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്രയും കാലത്ത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വെണ്ടറുടെ കയ്യിൽ നിന്നായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ, നമ്മൾ ഈ പറയുന്ന സർവീസ് എല്ലാം പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വാങ്ങേണ്ടതെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സർവീസ് റിലേറ്റഡും കൂടി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സോളാർ പാനൽസ്. കാരണം ചെയ്തു വെച്ചാൽ മാത്രം പോരല്ലോ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസും കിട്ടണം. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം, ഓരോ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ചൂസ് ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെയാണ്. ഒരു റെസിഡൻഷ്യലും അതുപോലെ തന്നെ നമ്മളൊരു ചർച്ച് കാണാൻ പോകുന്നുണ്ട്, ഒരു കമ്പനി കാണാൻ, ഒരു IT ഫേം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ പാനൽസ് ഒക്കെ ഏത് രീതിയിൽ ചെയ്യാം, എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഓഡിയൻസിന് ഒരു ധാരണ കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എളംകുളത്തുള്ള ജെറുസലേം മാർത്തോമ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ എവറസ്റ്റ് ഏജൻസീസിൻ്റെ ഒരു ക്ലയൻറ്റ് കൂടെയാണ് നമ്മുടെ ജെറുസലേം മാർത്തോമ ചർച്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നമ്മൾ സോളാർ പവറിൽ അല്ലെങ്കിൽ ഗ്രീൻ പവറിലാണ് ഇവിടെ റൺ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചുരുക്കം ചില പള്ളികളെ നമ്മൾ കേരളത്തിലുള്ളൂ. നമുക്ക് ഈ ഒരു സൈറ്റിൽ നമ്മൾ ഈ സോളാർ ചെയ്യുന്ന ഒരു റിക്വയർമെൻറ്റ് വന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ നമ്മൾ സോർട്ട് ചെയ്യണമല്ലോ, കാരണം ഇതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ആദ്യം കണ്ടതെന്ന് പറയുമ്പോൾ ഈ പള്ളിയിൽ ഇപ്പോൾ സാൻഡ്വിച്ച് ഷീറ്റാണല്ലോ ഇട്ടേക്കുന്നത്. സാൻഡ്വിച്ച് പാനൽ ഞങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് ഇത് പ്ലാന്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിരുന്ന സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിരുന്ന സമയത്ത് ഇവിടെ ആസ്പെറ്റൽ ഷീറ്റാണ്. അവിടെ പ്രായോഗികമല്ല. ആക്ച്വലി ഇത് സൗത്തിലേക്ക് ഡയറക്ഷനിലാണ് ഈ ഷീറ്റ് ഇരിക്കുന്നത്. ഷീറ്റിൽ തന്നെ ചെയ്യാമായിരുന്നു. അപ്പോൾ ആസ്പെറ്റൽ ഷീറ്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് മാറ്റുന്നുണ്ട്, പഫ് ഷീറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞു. പഫ് ഷീറ്റ് ആക്കി ഭംഗി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡിമാൻഡ് ഉണ്ടായി അവർക്ക്. അതായത് ഈ ഷീറ്റിന്റെ പുറത്ത് ഒരു സ്ക്രൂ പോലും ചെയ്യാൻ പാടില്ല. ഷീറ്റിന്റെ പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ സാൻഡ്വിച്ച് ഷീറ്റ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച് പാനലാണ് ഈ കാണുന്നത്. ഇതില് ഒരു കാരണവശാലും സ്ക്രൂ ചെയ്യല്ല, അതിൽ ടച്ച് ചെയ്യല്ലെന്ന് പറഞ്ഞു. അത് ടച്ച് ചെയ്യാത്ത ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി അവർ അതിലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഒക്കെ കൊടുത്തിട്ടാണ്. പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട് ടിപ്പ് ഗാൽവനൈസ്ഡ് സ്ട്രക്ചറാണ്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. നമ്മൾ സാധാരണ GI ട്യൂബ് ഒക്കെ വെച്ചിട്ടാണ് സ്ട്രക്ചർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഹോട്ട് ടിപ്പ് ഗാൽവനൈസ്ഡ് സ്ട്രക്ചർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു C ചാനൽ പോലെ, ഫുൾ ട്യൂബ് അല്ല, ഒരു C ചാനൽ പോലെയാണ്. ഇത് നമ്മൾ ഈ ലെഗ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഗേജുള്ള വേണമല്ലോ. അപ്പൊ ഇത് 80-40 സൈസാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്രോസ് പർലിനൊക്കെ പോയിരിക്കുന്ന 40-40 സ്ലോട്ടഡ് ചാനലാണ്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോളാർ പാനൽ ഒരു 10 to 15 ഡിഗ്രിയിലൊക്കെയാണ് ചെയ്യുക. ഈ റൂഫ് ശരിക്കും എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ നേരെ ഇതിന്റെ മുകളിൽ ചെയ്യോ? ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഡിഗ്രി ചെരിവ് അഡ്ജസ്റ്റ് ചെയ്ത് ബേസ് ഉണ്ടാക്കിയിട്ടേ ചെയ്യും, എന്നിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ നേരെ ഇപ്പൊ 30 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നേരെ അതിന്റെ മുകളിലല്ല നമ്മൾ ചെയ്യാം. പലരും ഈ ലാഭം കിട്ടാൻ വേണ്ടി ആ ഷീറ്റിന്റെ മേളിൽ ഒരു പർലിന് ഓടിച്ചിട്ട് ചെയ്യും. അപ്പൊ അതിന്റെ എഫിഷ്യൻസി കുറയും, പ്രൊഡക്ഷൻ കുറയും. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ അതിന്റെ ആംഗിൾ എത്ര ചെരുവിൽ വന്നിട്ടുണ്ടോ നോക്കും, അവിടെ എത്ര മാത്രം ചെയ്യണമെന്ന് അഡീഷണൽ സ്ട്രക്ചർ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ബേസ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ആ കറക്റ്റ് ആംഗിൾ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. എങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം, പക്ഷേ ഫുൾ പ്രൊഡക്ഷൻ സൗത്തില് തന്നെ വയ്ക്കണതിന്റെ കാരണം രാവിലെ സൺറൈസ് മുതൽ സൺസെറ്റ് വരെ ഒരേപോലെ കിട്ടൂല്ലോ. നേരെ കിഴക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള വെയിൽ കിട്ടും, ഉച്ച കഴിഞ്ഞ് കിട്ടത്തില്ല, ഷെയ്ഡാവും. പാനൽ അപ്പുറത്തെ സൈഡാന്ന് പറഞ്ഞു. പാനലിൽ നിന്നുള്ള DC പവർ ആണ് വന്ന് കയറുന്നത്. ഇൻവെർട്ടർ കയറുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ ഇൻവെർട്ടറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് പെർമിനർ ബോക്സ് ഉണ്ട്. ഇതിനകത്ത് രണ്ട് സ്ട്രിംഗ് ആയിട്ട് അതിൽ കയറിക്കണം. അപ്പൊ അതിൽ 4 ഫ്യൂസ്, 2 DC ഫ്യൂസ് ആണ്. DC ഫ്യൂസ് 4 2 DC MCB, 2 സർജ് പ്രൊട്ടക്ഷൻ SPD, സർജ് പ്രൊട്ടക്ഷൻ. ഇത്രയും പ്രൊട്ടക്ഷൻ കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം കൂടെ. ഇത് ഞാനും ചേട്ടനടുത്ത് സംസാരിച്ചപ്പോഴാണ് ആ കാര്യം. അതായത് നമുക്ക് സോളാർ പാനലിൽ നിന്ന് ഇങ്ങോട്ട് ശരിക്കും DC പവർ ആണ് അല്ലേ? ഇവിടുന്ന് ഈ യൂണിറ്റിലേക്ക് വന്നതിന് ശേഷമാണ് അതിനാണ് ഇൻവെർട്ടർ വെക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിവൈസ് എന്ന് പറയുന്നത് ഇവിടുന്ന് എന്തെങ്കിലും ഓവർ ചാർജോ പവറോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. പിന്നെ നമ്മുടെ ഇൻവെർട്ടർ വരുന്നത് ഹാവൽസിന്റെ ഇൻവെർട്ടർ ആണ്. ശരി, ഹാവൽസിന്റെ ഇൻവെർട്ടറിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 10 year ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്നു. ഇവിടുന്ന് KCB എന്നുള്ള പവർ AC പവർ വന്ന് കയറും. അപ്പൊ അതിന് AC പവർ ഇപ്പൊ താഴത്താണ് അതിന്റെ മീറ്റർ പാനലിലേക്ക് ഇരിക്കുന്നത്. അവിടെ നിന്ന് കേബിൾ വന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് നമ്മൾ വെച്ച് 63 ആംസിന്റെ SFP വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ AC സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇവിടെയും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് വന്ന് AC. അപ്പൊ വീണ്ടും ഒരു സംശയം കൂടെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ്. നമ്മുടെ വീട്ടിലെ KCB ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ KCB ആയിട്ട് കണക്ഷൻ വരുന്നത് ഇതിനകത്തേക്ക്, നേരെ ഇതിലേക്കാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പൊ അതിൽ കൂടെ അഡീഷണൽ എന്തെങ്കിലും ലോഡോ പവറോ മറ്റെന്തെങ്കിലും ലൈനിൽ നിന്ന് വന്ന ഓവർ കറണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്ത് അഡീഷണൽ MCB ഫ്യൂസും ഒക്കെ ഉണ്ട്. അത് വേറെ വലിയ പാനൽ ബോർഡ് ഉണ്ട് അതുകൊണ്ട്. അപ്പൊ അത് വന്ന് ഇങ്ങനെ കയറുന്നു. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ വൈഫൈ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതായത് ഇത് വൈഫൈ സ്റ്റിക്കാണ്. അപ്പൊ ഇവിടുത്തെ വൈഫൈ കണക്ഷൻ ഉണ്ടാവുമല്ലോ, ആ വൈഫൈ കണക്ഷന്റെ പാസ്വേഡ് വെച്ച് നമ്മൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഈ കസ്റ്റമറുടെ മൊബൈലിലേക്ക് അത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഡെയിലിയുള്ള പ്രൊഡക്ഷൻ അറിയാൻ പറ്റും. അതിപ്പോ അത് ആ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡെയിലി, മന്ത്ലി, ഇയർലി എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പൊ കണ്ട ഇന്നത്തെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന
സമയത്ത് 46.98 kW ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം ഈ സമയം വരെ ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പൊ പവർ 14.42 ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു 1 അവർ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ആവും. 1 hour അത് സ്റ്റേബിൾ ആയി നിന്നാൽ അതാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ അത് മാറി മറിഞ്ഞിരിക്കും. ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഡിവൈസ് വെച്ച അന്ന് മുതൽ കണക്ഷൻ കിട്ടിയ അന്ന് മുതലാണ് ടോട്ടൽ. ശരി. അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് ചേട്ടൻ ഒരു വീലിംഗ് ചെയ്യുന്ന കാര്യം അതും കൂടെ നമ്മളെ വ്യൂവേഴ്സിന് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് നമ്മളിവിടെ ജനറേഷൻ നടക്കുന്നത് നമുക്ക് യൂണിറ്റ് ബേസ് നമുക്ക് KSB ഇപ്പൊ 2 രൂപ 90 പൈസയാണ് ഈ റെഗുലേറ്ററി ബോർഡിന്റെ തീരുമാനം. നമുക്ക് റീഫണ്ട് കിട്ടും. നമുക്കിവിടെ ജനറേഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം എക്സസ് ഉള്ള യൂണിറ്റ് ലൈനിലേക്ക് എക്സ്പോർട്ട് ആവും. അപ്പോൾ ഈ എക്സ്പോർട്ട് ആവണം അവിടെ ക്രെഡിറ്റ് ആയി കിടക്കും. അത് നമുക്കിപ്പോൾ ഈ മാസം കൂടുതൽ എക്സ്പോർട്ടിംഗ് ഉണ്ട്, അടുത്ത മാസം ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാം. ശരി. എന്നിട്ട് അങ്ങനെ ഇയർലി വൺസ് ആണ് ഇതിന്റെ ഫൈനാൻഷ്യൽ സെറ്റിൽ. അത് ഇയർലി എല്ലാം നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്തതിനെക്കാട്ടിലും അധികം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര യൂണിറ്റിന് നമുക്ക് ഇത്രയും 2 രൂപ ചില്ലറ വെച്ചിട്ട് അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ലാഭം. ഇപ്പൊ ഈ ഒരു കൺസ്യൂമർ ഇപ്പൊ സാറിന്റെ പേരിലുള്ള ഒരു കണക്ഷൻ സാറിന് ഒരു വീട്ടിൽ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് സാറിന് തന്നെ 2-3 വീടുണ്ട് വിചാരിക്കുക. ഇവിടെ ജനറേഷൻ കൂടുതലുണ്ട്, എക്സ്പോർട്ടിംഗ് കൂടി നിൽക്കുമ്പോൾ സാറിന്റെ കൺസ്യൂമർ നമ്പർ സ്വന്തം പേരിലായിരിക്കണം എന്നുള്ളൂ. അടുത്ത മീറ്ററിലേക്ക് റീഡിംഗ് കുറവ് ചെയ്യിക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ച് വെച്ചിട്ട് എന്റെ ഒരു വീട് മലപ്പുറത്തും ഒരു വീട് തിരുവനന്തപുരത്തും ആണെന്നുണ്ടെങ്കിൽ KSB അണ്ടറിൽ എവിടെ ഉണ്ടോ കൺസ്യൂമർ എഗ്രിമെന്റ് ടൈമിൽ നമ്മളെ പ്രിഫറൻസ് അവർ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 യൂണിറ്റ് വരെ കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡിലേക്ക് അങ്ങനെ കൊടുക്കാം. അപ്പൊ അത് കേരള അത് ചെയ്യാം. അതിന് വീല് ചെയ്യിക്കാന്ന് പറയും. ശരി. അപ്പൊ ഇതിലാണ് നമ്മുടെ ലാഡർ മുകളിലേക്ക് വരുന്നത്. നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ബാക്ക് വേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബാക്ക് വേ നമുക്ക് ഈ പോർഷനിലേക്ക് കഴുകാൻ വേണ്ടി നമ്മൾ അവിടെ മോപ്പ് താഴെ വെച്ചിട്ടുണ്ട്. ശരി. നമുക്ക് ഇവിടെ 2 സൈഡ് ഈ സൈഡും കഴുകാൻ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതുണ്ട് ഇങ്ങനെ ഒരു റാമ്പ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ റാമ്പില് മിക്കവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പൈപ്പ് അടുപ്പിച്ച് വെക്കും. അപ്പൊ നമുക്ക് ഇവിടെ FRP ഗ്രേറ്റിംഗ്സ്, ഫൈബറിന്റെ ഗ്രേറ്റിംഗ്സ് ആണ് ഇത്. ഇതിട്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കെട്ടി കിടക്കുകയില്ല, സ്ലിപ്പ് ആകുകയില്ല, നല്ല ഗ്രിപ്പുണ്ട്. സിമ്പിൾ ആയിട്ട് നടന്നു പോവാം, നല്ല സേഫ്റ്റി ആയിട്ട് നടന്നു പോകാൻ പറ്റും. നമുക്ക് മൊത്തത്തിൽ ഇവിടെ 38 പാനൽ ചുറ്റൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാനലുകളൊക്കെ ഇരിക്കുന്നത് കാണാം റൂഫിന്റെ മുകളിൽ. ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് പകൽ ശരിക്കും പൊടിയടിക്കും, നൈറ്റില് മഞ്ഞ് പെയ്യും. മഞ്ഞ് പെയ്യുമ്പോൾ പൊടി ഈ മഞ്ഞില് കുഴഞ്ഞ് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ പക്ഷികൾ വന്ന് കാഷ്ടിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ സൂര്യന്റെ രശ്മികൾ വന്ന് വീഴാനുള്ള ലൈറ്റ് ഇതിന്റെ മുകളിൽ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അപ്പൊ ആ തടസ്സം ഉണ്ടാവും. നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു പ്രൊഡക്ഷൻ കുറയും. അവിടെ ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞില്ല. അത് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ഇന്നലത്തേത്തോളം പ്രൊഡക്ഷൻ മോളിൽ കയറി നോക്കുമ്പോൾ അറിയാം അതിൽ പൊടിയോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതൊരു 3-4 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലെ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ കുറവ് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ വന്നിട്ട് നോക്കുക. ചേട്ടാ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ഇവിടെ ഈ പൊടി അതൊന്ന് ശരിക്കും ക്യാമറയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയുണ്ട്. ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ട് 38 പാനൽസ് അവിടെ ചെയ്തിട്ടുണ്ട്. 535 വാട്ട്സിന്റെ അദാനിയുടെ മോണോപെർക്ക് ഹാഫ് കട്ട് പാനലാണ്. അതൊന്ന് പറഞ്ഞു. മോണോപെർക്ക് ഹാഫ് കട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? മോണോക്രിസ്റ്റൽ പാനൽ എന്ന് പറഞ്ഞ മോഡൽ നേരത്തെ ഉണ്ടായിരുന്നു, പോളിക്രിസ്റ്റൽ മോണോക്രിസ്റ്റൽ. ശരി. ഇതിപ്പോ അത് ഓരോ ഡെവലപ്മെന്റ് വന്ന് മോണോപെർക്ക് ആയി പാനൽ കഴിഞ്ഞു. പിന്നെ മോണോപെർക്ക് ഹാഫ് കട്ട് എന്നുള്ള രീതി. അതിപ്പോ ഇത് സാധാരണ സെല്ല് 72 സെല്ലാണ്, ഇത് 144 സെല്ലാണ്. അതാണ് ഷെഡ് കട്ട് ചെയ്ത് 2 വെച്ചു. അപ്പൊ ഇതിനിടയ്ക്കൂടെയുള്ള കറന്റിന്റെ ട്രാവലിംഗ് സ്പേസ് കൂടിയപ്പോൾ പ്രൊഡക്ഷൻ കൂടും. അപ്പൊ അത് പിന്നെ അതിനുള്ള കുറച്ച് ഒരു പോർഷനിൽ ഷെയ്ഡ് വീണാലും മറ്റേ പോർഷൻ വർക്ക് ചെയ്യും. അതാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ? ഫുൾ സെല്ലായിട്ട് നിൽക്കുന്ന 72 ഏതെങ്കിലും മൂലക്കൊരു ഇലയുടെ ഷെയ്ഡ് വീണാലും ആ പാനൽ ഫുള്ള് ഡെഡ് ആവും. ഇത് അങ്ങനെ വരത്തില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കാഷ്ടം ഇരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഈ സെല്ല് ഓരോ സെല്ലുകളാണല്ലോ, അതിൽ തടസ്സം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും കണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ തന്നെ പുതിയ സംഭവം കൂടെ വന്നിട്ടുണ്ട്. അതായത് മോണോപെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ മീൻസ് ഇതിന്റെ താഴെ നിന്നും പ്രൊഡക്ഷൻ കിട്ടും. അപ്പൊ അതിന്റെ അതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അത് ഈ അധികം പൊക്കത്തിൽ വെക്കാൻ പറ്റില്ല. ആ സംഭവം ഇത്രയും പൊക്കത്തിൽ റിഫ്ലക്ഷൻ കിട്ടണം. അതായത് ഇപ്പൊ നമ്മൾ ഓപ്പൺ ടെറസ് ആണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ഈ ലീക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് അത് നമ്മൾ സാധാരണ അത് അടിച്ചിട്ട് നമ്മൾ കയറുമ്പോൾ കണ്ണിലേക്ക് ഭയങ്കര അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ അടിയിൽ അടിച്ചിട്ട് അടിയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഓൾറെഡി ഞങ്ങളെ ഈ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം മോണോപെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ അപ്പൊ നമ്മുടെ സെക്കൻഡ് സൈറ്റിലാണ്. ഇതൊരു റെസിഡൻഷ്യൽ. നമ്മൾ നേരത്തെ ഒരു ചർച്ച് ആയിരുന്നു കണ്ടത്. ഇവിടെ നമ്മളൊരു ഒരു വീടിന്റെ മുകളിലാണ്, വീട്ടിലെ അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിൽ ഇത്തരത്തിൽ ഒരു ഷെഡ് റൂഫ് കവറിംഗ് GI ഷീറ്റ് വെച്ച് റൂഫ് കവറിംഗ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലാണ് സോളാർ പാനൽ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ.
അപ്പൊ വിനോദേട്ടാ ഒന്ന് പറഞ്ഞു. ഏകദേശം ഒരു 4-5 വർഷത്തോളമായി ഈ പ്രോജക്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. ശരി, സെയിം യൂണിറ്റ് തന്നെയാണ് ഇത് ഹാവൽസിന്റെ തന്നെ. അത് പ്രത്യേകം പറയാൻ കാരണം അവർക്ക് സൈറ്റ് സർവീസ് ഉണ്ട്. ഇതുവരെ ഇവിടെ ഒരു ആൾക്ക് വരണ്ട വന്നിട്ടില്ല, കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടില്ല. ഇത് പോളിക്രിസ്റ്റൽ പാനലാണ്, വിക്രം സോളാറിന്റെ കമ്പനിയുടെ പോളിക്രിസ്റ്റൽ പാനൽ. മോണോപ്പർക്ക് ഹാഫ് കട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പൊ പോളിക്രിസ്റ്റൽ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരി ശരി. അതുകൊണ്ടാണ് ഇത്രയും പാനൽ, 18 പാനൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 5kW 5000 വാട്ട്സ് ആണ്. അപ്പൊ ഒരു 10 ഇപ്പോഴത്തെ റേഞ്ച് ആകുമ്പോഴത്തേക്കും 570 വാട്ട്സ് 670 വാട്ട്സ് ഒരു പാനൽ വരുന്നുണ്ട്. അപ്പൊ 10 പാനൽ വെക്കുമ്പോൾ തന്നെ 5700 വാട്ട്സ് ആയി. ഇത് അന്ന് അത്രയും ടെക്നോളജിയിൽ ഇത് വരാത്തതുകൊണ്ട് അന്ന് 18 പാനൽ വെച്ചപ്പോഴാണ് നമുക്ക് 5.5 കിട്ടിയത്. അതുപോലെ ഇവിടെ വേറെ 1-2 സ്ലോപ്പിന്റെ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും ജസ്റ്റ് ചേട്ടൻ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അതായത് നമുക്ക് ഇതിപ്പോ സാറിന് ഒരു 10 to 15 ഡിഗ്രി ചെരുവിനുള്ളിലാകുമ്പോൾ നമുക്ക് പെർഫോമൻസ് കൂടുതൽ കിട്ടും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ചെരുവുണ്ട്. അപ്പൊ 30-35 ഡിഗ്രി ഇവിടുത്തെ ഓണർ സാറിന്റെ നിർദ്ദേശം ഷീറ്റ് തുളയ്ക്കരുത്. അത് ഞാനും കൂടെ പറയാം. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു കറണ്ടില് ഒരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇതേ പ്രശ്നമുണ്ട്. അതായത് നമുക്ക് ഓടാണ് വരുന്നത്. നമുക്ക് വേറെ ആംഗിളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എലിവേഷനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ അവിടെയും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ സ്ലോപ്പിൽ തന്നെ ചെയ്താൽ മതി എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു എസ്തെറ്റിക്കലിയും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഡിസഡ്വാൻറ്റേജ് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അത് വേറൊരു സൈഡാണല്ലോ. ഞാൻ ഷീറ്റ് കട്ട് ചെയ്തത് നാളെ ചോർച്ച എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഷീറ്റ് കട്ട് ചെയ്തു. ഈ ഷീറ്റിന്റെ അതേ സ്ലോപ്പിലാണ് ചെയ്തിട്ടുള്ളത്, സ്ലോപ്പിലാണ് വെച്ചത്. പക്ഷെ അതുകൊണ്ട് പ്രൊഡക്ഷൻ എനിക്ക് കുറച്ചുകൂടെ ഈൽഡ് കിട്ടുമായിരുന്നു. പിന്നെ ഷീറ്റും ശരിക്കും പറഞ്ഞാൽ പാനലും ഷീറ്റും തമ്മിൽ ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എയർ പാസേജ് ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് ഹീറ്റ് ലോസ് ഉണ്ടാവില്ല. പെട്ടെന്ന് പാനൽ നമുക്ക് ഈൽഡ് മാക്സിമം കിട്ടും. ഈ ഷീറ്റ് ചൂടായിട്ട് ആ ചൂടും പാനലിലെ ചൂടും അതവിടെ നിൽക്കുക, വേറെ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഒക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് രണ്ടുമുണ്ട്. അപ്പൊ അത് ഷീറ്റ് തുളയ്ക്കാതെ തന്നെ പുതിയ ടെക്നോളജി നമുക്കുണ്ട്. ജമ്മ് വെച്ച് ചെയ്യാവുന്ന പരിപാടിയുണ്ട്. ഒരു ഷീറ്റ് ഒരു സ്ക്രൂ പോലും ചെയ്യാതെ ഇത് സ്റ്റാൻഡ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നമുക്കായിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഇത് നിറച്ച് പൊടി പിടിച്ചേക്കാം. അതിപ്പോ അദ്ദേഹം പറഞ്ഞു കുറെ നാളായി കഴുകണം. ഇത്രയും പൊടിയും അതുപോലെ ഇതിന്റെ ആംഗിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കൺവെൻഷണൽ 15 ഡിഗ്രി അല്ല, ഇത് ഏറെക്കുറെ ഒരു 30 ഡിഗ്രിയിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ട്, അത്രയും ബാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം നല്ല വെയിൽ കിട്ടുന്ന, നല്ല ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പല കോണ്ടെക്സ്റ്റുകൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു വഴിയില്ല, ഇനി ഇങ്ങനെ ഒരു ആംഗിളിൽ ചെയ്തേ മതിയോ എന്നാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് RCM ഐ ഹോസ്പിറ്റൽ തൃപ്പൂണിത്തുറ, നമ്മുടെ എവറസ്റ്റ് ഏജൻസീസിന്റെ അടുത്തൊരു ക്ലൈന്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിം ഹാവൽസിന്റെ പാനലും നമ്മൾ നേരത്തെ കണ്ട അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ഒക്കെ അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റിലും പല രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് 30 kV ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുകളിലെ ടെറസ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രസ്ഡ് റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോർമാറ്റിലാണ് സ്ലോപ്പ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ സൗത്ത് ഇരിക്കുന്നത് ആ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ട കംപ്ലീറ്റ് പാനൽസ് നമുക്ക് ആ സൈഡിലേക്കാണ് അറേഞ്ച് ചെയ്യേണ്ടത്. പല രീതിയിൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മെസ്സേജൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു മൂവബിൾ ആയിട്ടുള്ള ഒരു ലാഡർ വെച്ച് നമ്മൾ റൂഫിൽ ഇത്തരത്തിലൊരു മൂവബിൾ ആയിട്ടുള്ള ഓപ്പണിംഗ്, നമ്മൾ ഷീറ്റിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രക്ചർ ചെയ്തു. നിങ്ങൾ നോക്കുക, ഏറ്റവും വിട്ട് കുറഞ്ഞ ഏരിയയിലാണ് നമ്മുടെ സൗത്ത് ഇരിക്കുന്നത്. നമ്മുടെ മാക്സിമം ഷീറ്റ്സ് ഈ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ സ്ട്രക്ചർ ചെയ്തിട്ട് കംപ്ലീറ്റ് സൗത്ത് സൈഡിലേക്ക് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സോളാർ പാനൽസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കാക്കനാടുള്ള BO സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഉള്ളത്. നമ്മൾ എവറസ്റ്റ് ഏജൻസീസിൻ്റെ അടുത്ത ഒരു ക്ലൈൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ചുകൂടെ വലിയൊരു ഹാവൽസിൻ്റെ ഒരു ഇൻവെർട്ടർ അവിടെ ഇരിക്കുന്നത്. ഇവിടെ ആക്ച്വലി നമ്മൾ 50 kVക്കാണ് പ്രൊവിഷൻ വെച്ചിട്ടുള്ളത്. അവിടെ മുകളിലുള്ള ചെറിയ ഏരിയയുടെ ലിമിറ്റേഷൻസ് കാരണം 40 kV ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രൊഡക്ഷൻ 130 kWh ആണ്. ടോട്ടൽ ഒരു 14,482 വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പവർ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു 18 to 19 റേഞ്ചിലാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 ഫ്ലോറുള്ള ഈ ബിൽഡിങ്ങിന്റെ ടെറസിലാണ് നമ്മളുള്ളത്. ഇവിടെ മുഴുവനായിട്ട് ഒരു റൂഫ് ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്റ്റീൽ ട്രസ് ചെയ്ത് ഇതിന്റെ റൂഫിംഗ് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എൻറ്റയർ സ്ട്രക്ചറിന്റെ മുകളിലാണ് സോളാർ പാനലിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സോളാർ പാനൽസ് ഇത്രയും ഏരിയയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്
40 kV ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളൊരു ഫോർമാറ്റാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഏത് രീതിയിലാണ് നമ്മൾ ഡിസൈൻ എഫക്ട് ചെയ്യാതെ നമുക്ക് ഈ സോളാർ പാനൽ ഏതൊക്കെ രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സൈറ്റുകൾ നടന്ന് പല കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഈ സോളാർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അബദ്ധത്തിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ നല്ല ബ്രാൻഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ആ ഏരിയയിൽ ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. അത് KSEB ആയിട്ട് ബന്ധപ്പെട്ടേ പറ്റുള്ളൂ. കാരണം നമ്മൾ ആദ്യമേ പലരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കിട്ടണം, അപ്പം തന്നെ കൊണ്ടുവന്ന് പ്ലാന്റ് ഒക്കെ ഫിറ്റ് ചെയ്യും, ചെന്നിട്ട് അത് കഴിഞ്ഞാൽ എനിക്ക് ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ആ ഏരിയ ഇപ്പോൾ ഇഷ്ടംപോലെ ചെയ്യുന്നതുകൊണ്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ആ ഏരിയയിൽ ഫീസിബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ അല്ലെ പിന്നെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കൂട്ടി കഴിയുമ്പോഴേ പിന്നെ കിട്ടും, ചെയ്യാൻ പറ്റും. അങ്ങനെ ചേട്ടൻ എനിക്ക് തോന്നുന്നു നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നല്ലൊരു ഇൻഫർമേഷൻ നമ്മുടെ വ്യൂസിന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും